സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പൂരം കലക്കലിന്റെ ഭാഗമായി സംഘപരിവാരം കേരളത്തിൽ നടപ്പാക്കിയ നിന്ദ്യവും നീചവുമായ ഒരു കൃത്യത്തിന്റെ കള്ളക്കമ്മട്ടത്തിലിടിച്ച കള്ളനാണയമാണ് അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു എന്ന് കേരളത്തിന് മുന്നിൽ തെളിഞ്ഞ ദിവസമാണിന്ന്. ആ തെളിഞ്ഞു എന്നുള്ള രാഷ്ട്രീയത്തെ മൂടിവെക്കാൻ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും ആ പഴമുറം കൊണ്ടൊന്നും ഈ സത്യം ഇല്ലാതാവില്ല. റിപ്പോർട്ട് പൊട്ട റിപ്പോർട്ടല്ല. ഈ റിപ്പോർട്ട് സംഘപരിവാരത്തിന്റെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ത്രിതല അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് അടുത്ത പൂരമെങ്കിലും അതെ, താൻ പറയുന്ന ഈ പുളുകേട്ട് കാത്തിരിക്കാൻ തന്നെ പോലെ എന്റെ അപ്സ്റ്റെയർ വേക്കന്റ് അല്ല. അടുത്ത പൂരമെങ്കിലും ആകുമ്പോൾ റിപ്പോർട്ട് വന്നാലായി. യുവരാജ് ഗോകുൽ കൂടിയുണ്ട്. ശ്രീ യുവരാജ് ഗോകുൽ സംഘ് പരിവാറിനെ വലിച്ചു കീറുന്നതാണ്, തനിനിറം പുറത്തു കൊണ്ടുവരുന്നതാണ് ഈ അന്വേഷണ റിപ്പോർട്ട്. അതായത് ADGP MR അജിത് കുമാർ സർക്കാരിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്നാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുന്നത്. ഇവൻ ഈ കുമ്പളങ്ങാമുറൻ ചെക്കൻ ഒരു സുഖമില്ലാത്ത കുട്ടിയാ, വിവരക്കേട് വിളിച്ചു പറയും. അങ്ങനെ സംഘപരിവാറിനെ വലിച്ചു കീറി, സംഘപരിവാർ തൃശ്ശൂർ പൂരം കലക്കി, സംഘപരിവാർ അട്ടിമറിച്ചു, സുരേഷ് ഗോപി കള്ളക്കമ്മട്ടത്തിലെ കള്ളനാണയമായി എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ അന്വേഷണ റിപ്പോർട്ടിലെ ഉള്ളടക്കം പുറത്തുവിടാൻ വേണ്ടിയിട്ട് CPM ഇത്ര ഭയക്കുന്നു, മുഖ്യമന്ത്രി ഇത്ര ഭയക്കുന്നു? ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല, ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പുറത്തു വിടുക. കേരളം ചർച്ച ചെയ്യട്ടെന്നേ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. തൃശ്ശൂർ പൂരം അട്ടിമറിക്കപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ള കാര്യത്തിലും ആർക്കും സംശയമില്ല. സംശയം ഇത്രയേ ഉള്ളൂ, ഇത് ആരാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ തവണയാണോ ഇത് നടക്കുന്നത്? അല്ല, കാലങ്ങളായിട്ട് ഇത് നടക്കുന്നുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരളം ആരാണ് ഭരിക്കുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. തികഞ്ഞ ഹിന്ദു വിരുദ്ധതയും ക്ഷേത്ര വിരുദ്ധതയും മാത്രം മുഖമുദ്രയാക്കിക്കൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. നിങ്ങളുടെ തൃശ്ശൂരിലെ ഇടതുപക്ഷത്തിന്റെ MLA എന്നല്ലേ ഈ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ വന്നിട്ട് ഫയറിലെ മുത്തുച്ചിപ്പിയിലേക്ക് പോലുള്ള അശ്ലീല തരത്തിലുള്ള ഒരു പോസ്റ്റ് ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും ഒക്കെ കുറിച്ചിട്ടിട്ട് പോയത്? അടുത്ത ദിവസം അദ്ദേഹത്തിന് അവിടെ വന്ന് മാപ്പ് പറഞ്ഞ് മെഴുകിയിട്ട് പോകേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്നത്, ക്ഷേത്ര വിരുദ്ധത എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖമുദ്രയാണ്. നിയമപരമായി അനുവദിക്കാൻ സാധിക്കാത്ത ആവശ്യങ്ങൾ ബോധപൂർവം ഉന്നയിച്ചിട്ടുണ്ട് പൂരത്തിന്റെ സമയത്ത്. അതുപോലെ തന്നെ പൂരം നടത്തിപ്പുകാരിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അവിടെയാണ് പ്രശ്നം. ഇത് റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണിത്. നിയമപരമായി എന്താണ് നടപ്പാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പറയണം, ആരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പറയണം. ഇല്ല, അങ്ങനെ തടി വരാൻ നോക്കണ്ട. എന്റെ അറിവില് പൂരം നിർത്തിവെക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് തിരുവമ്പാടി ദേവസ്വമാണ് ഇനിഷ്യലി എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവമ്പാടിയുടെ സെക്രട്ടറി ആരാണ്? തിരുവമ്പാടിയെ ഭരിക്കുന്നത് ആരാണ്? ശ്രീ ഗിരീഷാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ്? അദ്ദേഹം തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ ക്യാമ്പയിന്റെ ചെയർമാനായിരുന്നു. മനസ്സിലായാടോ? അദ്ദേഹം BJP കാരനായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും നമുക്കൊരു ലോജിക്കെങ്കിലും നമുക്ക് ചിന്തിക്കാമായിരുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളല്ല അദ്ദേഹം, മറ്റൊരു രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. ഇനി മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? അവിടുത്തെ സാമുദായിക വിഷയങ്ങളൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഞാൻ അതാണ് ചോദിച്ചത്. തൃശ്ശൂരിൽ നിലനിൽക്കുന്ന, കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായികമായ ഒരു അന്തരീക്ഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തകർക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ശ്രമിച്ചതാരാണ്? ഇടതുപക്ഷത്തിന്റെ MLA ആണ്. അവിടെ മത്സരിക്കുന്ന CPM അല്ല, CPI ആണ്. ആ CPIയുടെ MLA ആണ് ആ കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷം തകർക്കുന്ന നിലയിൽ അശ്ലീല നിലവാരത്തില് ഇടതുപക്ഷത്തിൻ്റെതായ തലത്തിലുള്ള അവരുടെ നിലവാരം പ്രകടമാക്കുന്ന തലത്തിലുള്ള ഒരു പോസ്റ്റുമായിട്ട് വന്നതും ഇവിടുത്തെ സാമുദായിക അന്തരീക്ഷത്തിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. തുടങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് അന്വേഷണ റിപ്പോർട്ട് നൽകിയതും. ഈ അന്വേഷണം നടന്നിട്ടും എന്താണ് കാരണം തൃശ്ശൂർ പൂരം അലങ്കോലമാകാൻ? അത് കണ്ടെത്തിയിട്ടില്ല.
അത് കണ്ടെത്തണം. ഇത് പല തവണയായിട്ട് പറഞ്ഞതുകൊണ്ട് ഇതൊരു ആവർത്തന വിരസത വന്നേക്കാൻ സാധ്യതയുണ്ട്. എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മഞ്ജുഷ ചോദിച്ചുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നിവൃത്തിയില്ല. എന്താണ് ധൈര്യമായിട്ട് പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായി നടപ്പാക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. എന്തായിരുന്നു ആവശ്യം? ഒന്ന്, കേരളത്തിൽ ഈ തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി കുറെ NGO-കൾ കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ സ്ഥിരമായി തൃശൂർ പൂരം നടക്കുന്ന സമയത്ത് ഹൈക്കോടതിയിലുള്ള ചില ഡിവിഷൻ ബെഞ്ചുകൾ കേന്ദ്രീകരിച്ചിട്ട് ഇവര് നിഗൂഢമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ഇപ്പോൾ ഇത്തവണ തന്നെ തൃശൂർ പൂരം കൊടിയേറുന്നതിന്റെ അന്നോ തലേ ദിവസമോ ഒരു ഓർഡറുമായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. എന്താണ് ഓർഡർ? ആനകളുടെ 50 മീറ്റർ അകലെ മാത്രമേ മേളക്കാർ ഉൾപ്പെടെ നിൽക്കാൻ പാടുള്ളൂ എന്നാണ്. തൃശൂർ പൂരത്തെ നന്നായിട്ട് അറിയാവുന്നവർക്ക് അറിയാം, മടത്തിൽ വരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഈ 50 മീറ്റർ ഒന്നും പാലിക്കാൻ പറ്റില്ല. സത്യമാണെങ്കിലും എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം കേസുകളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തൃശൂർ പൂരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള NGO-കൾ കാലങ്ങളായിട്ട് ശ്രമിക്കുന്നു. ഇതിന് പല തരത്തിലുള്ള ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് കേരളത്തിലെ 200 ക്ഷേത്രങ്ങളാണ് ഫോറസ്റ്റിന്റെ ജനറൽ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള നാഗരാജൻ എന്ന് പറയുന്ന ആള് ഇത്തരത്തിലുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നെന്നും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. എന്ത് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, ഈ കാലങ്ങളിൽ ഒക്കെ ആയിട്ട് എന്താണ് ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ അവിടെ ചെയ്തു കൂട്ടിയത്? അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. ആരാണ് പ്രേരണകുമാരി? ശബരിമലയിൽ വനിതാ പ്രവേശനത്തിന് കേസ് കൊടുത്ത സംഘത്തിന്റെ തലൈവിയായിരുന്നു പ്രേരണകുമാരി. ിയും സുരേന്ദ്രനൊന്നും ശബരിമല പോയില്ല കേട്ടോ. ശശികലയ്ക്കും പോകണ്ട, കലാപം ഉണ്ടാക്കാൻ പോയാൽ മതി. അവരാണോ അമ്പലങ്ങൾ നന്നാക്കാൻ നടക്കുന്നത്? ശബരിമലയ്ക്ക് എത്രയോ കോടി രൂപയാണ് കേരളം സർക്കാർ നിലയ്ക്ക് കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങളൊക്കെ അമ്പലങ്ങൾ തകർക്കാനും ഇവർ കുറെ പേർ അമ്പലങ്ങൾ നടത്താനും നടക്കുകയാണ്. അതൊക്കെ കൈവച്ചാൽ മതി കേട്ടോ. പൊരുത്തപ്രവർത്തനം നടത്തേണ്ടവരിൽ ക്രിമിനൽ കേസ് എടുക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അതാണ് BJP പറയേണ്ടത്. അങ്ങനെ പറയില്ല. അല്ല, ഏതൊരു അന്വേഷണവും നടക്കട്ടെ എന്ന് ഇവിടെ യുവരാജ് പറഞ്ഞിരുന്നു. ഏതൊരു അന്വേഷണവും ഇല്ല. അതൊക്കെ സംസ്കൃതത്തിലാണ്, പച്ച മലയാളത്തിലാണ് ഞാൻ പറയുന്നത്. ഈ 6 മാസം കൊണ്ട് എന്തുണ്ടായി? എന്ത് നടപടി ഉണ്ടായി? ആരാണ് പൂരം കലക്കിയത് അറിയാമോ നിങ്ങൾക്ക്? കണ്ടെത്തിയിട്ടില്ലല്ലോ. അന്വേഷണം ഇങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. ചെയ്ത് കാണിക്കണ എന്നിട്ട് ഒരു ബാക്കി വർത്താനം വെറുതെ കാണുമ്പോൾ കല്യാണത്തെ അടിച്ചെടുക്കണേ. ഇതിനകത്ത് മഞ്ജുഷ, അദ്ദേഹം പറഞ്ഞത്, താങ്കൾ എന്നോട് ചോദിച്ചത് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നോ ഇല്ലയോ, അതിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ ADGPയെ DGPക്ക് വിശ്വാസമില്ല, DGPയെ മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടി മുന്നണിയിലുള്ള MLA-മാർക്കോ ഘടകകക്ഷികൾക്കോ വിശ്വാസമില്ല. അത് പോരാഞ്ഞിട്ട് എന്താണ്, വീഴ്ചയോട് വീഴ്ച, ADGPക്ക് വീഴ്ച, DGPക്ക് വീഴ്ച, PR ഏജൻസിക്ക് വീഴ്ച, പ്രസ് സെക്രട്ടറിക്ക് വീഴ്ച, മാധ്യമ ഉപദേഷ്ടാക്കൾക്ക് വീഴ്ച, അങ്ങനെ വീഴ്ചയോട് വീഴ്ച. പിന്നെ ശ്രീ അനിൽകുമാർ, അങ്ങയോട് എനിക്ക് ശബരിമല വിഷയത്തിലൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങ് ബീഹാറിലേക്കും പ്രേരണകുമാരിയിലേക്കും ഒന്നും പോണ്ട, അങ്ങ് നിലമ്പൂരിലേക്ക് പോയാൽ മതി. നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നിരുന്ന ശ്രീ PV അൻവർ ഉണ്ടല്ലോ, അദ്ദേഹം തന്നെ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞതാണ്, ശബരിമലയിൽ അലങ്കോലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഈ സർക്കാരാണെന്നും അത് ചെയ്യരുതെന്ന് ഞാൻ രേഖാമൂലം ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് എന്നും. കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് 2 പേര് തലയിൽ തുണിയിട്ട് അകത്ത് കയറ്റി അവിടെ ആചാര ലംഘനം മനഃപൂർവ്വം വരുത്തിച്ച ഒരു സർക്കാരാണ് നിങ്ങളുടേത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ക്ഷേത്ര സ്നേഹമൊന്നും അധികം പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഒന്ന്
അല്ല, ഈ പ്രേരണകുമാരി അറിയത്തില്ല. പേര് പറയുമ്പോൾ ഇത്ര വിഷമിക്കുന്നത്. അല്ല, അൻവറിന്റെ പേര് പറയുമ്പോ താങ്കൾ എത്ര വിഷമം? അല്ല, നിങ്ങളുടെ MLA അല്ല പറഞ്ഞത്, നിങ്ങളുടെ സർക്കാർ തന്നെയാണ് അവിടെ തകർക്കാൻ ശ്രമിച്ചതെന്ന്. നിങ്ങളുടെ MLA എന്നല്ലേ പറഞ്ഞത്? പക്ഷെ അവരിപ്പോൾ ഓൺ ചെയ്യുന്നില്ല MLA. ഇപ്പൊ ഓൺ ചെയ്യുന്നില്ല. പക്ഷെ ആ MLA രേഖാമൂലം കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശബരിമലയിൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വൃത്തികേടാണ് എന്ന് കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എങ്കിൽ അത് നിഷേധിക്കാൻ പറയും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം നിർത്തി അവമാനിക്കുവാണെന്ന്. മഞ്ജുഷെ, മറ്റൊരാൾക്ക് അവസരം കൊടുക്കുമ്പോൾ ഞാൻ ഇടപെടാറില്ല. ശശിയെ എന്നാണ് പറയുന്നത്? തിരിച്ച മാന്യത ഉള്ളവരുമായിട്ടാണ് ചർച്ചയ്ക്ക് വിളിക്കേണ്ടത്, എന്നെ വിളിക്കേണ്ടത്. അത്ര ഞാൻ പറഞ്ഞു വെക്കുന്നു. ഞാൻ പറഞ്ഞത് പ്രേരണകുമാരി എന്ന് പറയുന്ന സംഘത്തിന്റെ BJP മഹിളാ മോർച്ച സംഘത്തിന്റെ കേസില്ലായിരുന്നെങ്കിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിവാദവും ഉണ്ടാകുമായിരുന്നില്ല. വനിതാ മതിലെന്നും പറഞ്ഞൊരു സാധനം കൊണ്ട് ശബരിമലയ്ക്കെതിരായിട്ട് പ്രചാരണം നടത്തിയത് നിങ്ങളാണ്. നിങ്ങളുടെ ഇടതുപക്ഷ ഹാൻഡിലുകള് ശബരിമല ശാസ്താവിനെ കുറിച്ചിട്ട്, അയ്യപ്പനെ കുറിച്ചിട്ട് എഴുതി വിട്ടിട്ടുള്ള അശീലങ്ങളെല്ലാം ഇന്നും അവിടെ ഉണ്ട്. ചന്ദ്രൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞു കൊന്നത് CPM-കാരാണ്, DYFI-കാരാണ്. എന്നിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും വരുന്നതിന് മുമ്പ് ഒന്നാണ് ആളെ മരിച്ചതെന്ന് പറഞ്ഞത് ഇതേ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പോലീസിനെയും കൊണ്ട് രണ്ടുപേരെ തലയിൽ തുണി ഇടിച്ച് അവിടെ കൊണ്ട് കയറാൻ പോയത്? ആചാരം ലംഘിക്കാൻ വേണ്ടി ആരെ എസ്കോർട്ടുമായിട്ട് കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ കൊണ്ടുപോകാൻ തുനിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളാണ്, ഭരണ സംവിധാനമാണ്. ശരി അനിലെ, ഞാൻ താങ്കളിലേക്ക് വരാം. എന്താണ് ഒരു പ്രേരണകുമാരി വിചാരിച്ചാൽ അങ്ങനെ നടന്നു എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് രാജിവെച്ച് വേറെ പണിക്ക് പോകാൻ പറയാം. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. നടക്കാൻ പോകുന്നത് അന്വേഷണം വരുമ്പോ സുരേഷ് ഗോപിയും കുടുങ്ങും. ഗോപിക്കെതിരെ കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല? സുരേഷ് ഗോപി കുടുങ്ങും എന്ന് പറയുന്നതല്ലാതെ ഈ 6 മാസം കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ. ഇത് താങ്കൾ എന്ത് ആത്മവിശ്വാസത്തിലാണ് പറയുന്നത് സുരേഷ് ഗോപി കുടുങ്ങുമെന്ന്? ആംബുലൻസ് ദുരുപയോഗിച്ച സുരേഷ് ഗോപിയാണ്, ഗുണഭോക്താവ് സുരേഷ്. 6 മാസമായിട്ട് കേസ് പോലും എടുക്കാൻ പറ്റില്ല. ഒന്ന് പോവാടാ, പോയി തരത്തി പോയി കളിക്കടാ. 1200 പേജുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടാണ് അതൊന്നും പോരാ, സമഗ്രത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അത് തള്ളിക്കളയുന്നത്. മുഖ്യമന്ത്രി തള്ളിക്കൊണ്ടേ പരിവാറിനെതിരായ യുദ്ധമാണിത്. അത് ഞങ്ങൾ തുറന്നു കാട്ടും, അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. കുറച്ചുകൂടി നല്ലൊരു PR ഏജൻസിയെ വെച്ച് കഴിഞ്ഞാൽ ഇതിലും നല്ലൊരു വാചകം കിട്ടും അനിൽകുമാറെ. അത് മാത്രമേ പറയാനുള്ളൂ. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായി പറഞ്ഞാൽ മതി. അത് മോദിയോട് പോയി പറഞ്ഞാൽ മതി. മോദിക്ക് എന്തായാലും പിണറായി വിജയന് പറ്റുന്ന പോലത്തെ അബദ്ധമൊന്നും പറ്റുന്നത് നമ്മളാരും ഇതുവരെ കണ്ടിട്ടില്ല. വരണ്ടോ? ഞാൻ വരണ്ടോന്നുമില്ല. അതിന്റെ ആയിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കടാ പൊട്ടാ.